ഫാർമ ഈസിലൈൻ ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രസന്റേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലങ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. ഇത് ഓർത്ത് വെക്കാൻ കുറച്ച് ട്രിക്സും ടെക്നിക്സും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആദ്യം നമുക്ക് ലങ് വോളിയംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ലങ് വോളിയംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. 1 ടൈഡൽ വോളിയം, 2 ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, 3 എക്സ്പിറേറ്ററി റിസർവ് വോളിയം, 4 റെസിഡ്യൂൽ വോളിയം. അപ്പോൾ നമുക്ക് ആദ്യം ടൈഡൽ വോളിയം എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് എയർ പാസിംഗ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് ഡ്യൂറിങ് ഈച്ച് സൈക്കിൾ ഓഫ് ബ്രീത്തിങ്. ഓരോ സൈക്കിൾ ഓഫ് ബ്രീത്തിങ്ങിലും ലങ്സിന് അകത്തേക്കും പുറത്തേക്കും വരുന്ന എമൗണ്ട് ഓഫ് എയർ, അതിനെയാണ് ടൈഡൽ വോളിയം എന്നുകൊണ്ട് പറയുന്നത്. ഇതൊരു റെസ്റ്റിംഗ് ഇൻഡിവിജ്വലിൽ 500 ml ആണ് ടൈഡൽ വോളിയം. അടുത്തത് രണ്ടാമത്തെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ദിസ് ഈസ് ദ എക്സ്ട്രാ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് ഇൻ ടു ദ ലങ്സ് ഡ്യൂറിങ് മാക്സിമൽ ഇൻസ്പിറേഷൻ. അതായത് നമ്മളൊരു ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ ലങ്സിനുള്ളിലേക്ക് വരുന്ന എക്സ്ട്രാ വോളിയം ഓഫ് എയറിനെ സൂചിപ്പിക്കുന്നതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് മെയിൽസിനാണെങ്കിൽ 3100 ml ഫീമെയിൽസിനാണെങ്കിൽ 1900 ml ആണ്. ഇനി മൂന്നാമത്തെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ദിസ് ഈസ് ദ ലാർജസ്റ്റ് വോളിയം ഓഫ് എയർ വിച്ച് ക്യാൻ ബി എക്സ്പെൽഡ് ഫ്രം ദ ലങ്സ് ഡ്യൂറിങ് മാക്സിമൽ എക്സ്പിറേഷൻ ഫോളോയിങ് എ നോർമൽ ഇൻസ്പിറേഷൻ. അതായത് ഒരു നോർമൽ ഇൻസ്പിറേഷന് ശേഷം നമ്മൾക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എയർ, ഫോഴ്സ്ഫുൾ ആയിട്ട് നമുക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ ഇതൊരു അഡൾട്ട് ഇൻഡിവിജ്വലിൽ മെന്നിനാണെങ്കിൽ 1200 ml ഫീമെയിൽസിലാണെങ്കിൽ 700 ml എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അടുത്തത് നാലാമത്തെ റെസിഡ്യൂൽ വോളിയം. ദിസ് ഇസ് ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ശേഷവും നമ്മുടെ ലങ്സിൽ റിമെയിൻ ചെയ്തിരിക്കുന്ന വോളിയം ഓഫ് എയർ, അതാണ് റെസിഡ്യൂൽ വോളിയം. ഇത് സ്പൈറോമെട്രി വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. മെയിൽസിൽ ഇത് 1200 ml ഫീമെയിൽസിൽ ഇത് 1100 ml ആണ്. ഇനി നമുക്ക് ലങ് കപ്പാസിറ്റീസ് നോക്കാം. കഴിഞ്ഞ സ്ലൈഡുകളിൽ നമ്മൾ ലങ് വോളിയത്തിൻ്റെ പല റെപ്രസെൻറ്റേഷൻ കണ്ടു. 1 ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിഡ്യൂൽ വോളിയം. ഇത് 4ൻ്റെ നമ്മൾ ആദ്യത്തെ ലെറ്റേഴ്സ് എടുക്കുകയാണ്. TIER. ഇത് ഇങ്ങനെയൊരു നമ്മൾ 4 ലെറ്റേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ T സ്റ്റാൻഡ്സ് ഫോർ ടൈഡൽ വോളിയം, I സ്റ്റാൻഡ്സ് ഫോർ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, E സ്റ്റാൻഡ്സ് ഫോർ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് R സ്റ്റാൻഡ്സ് ഫോർ റെസിഡ്യൂൽ വോളിയം. അപ്പം നമ്മൾ ഇത് അതേപടി ഓർത്ത് വെക്കണം, ആ ഓർഡർ TIER. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ചുമ്മാ ഒരു കൺസെപ്റ്റ് പറഞ്ഞേനെ. T എന്ന് വെച്ചാൽ ടൈഡൽ വോളിയം, നമ്മുടെ നോർമലായിട്ട് നമ്മൾ ബ്രീത്തിങ് നടത്തുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയാണ്, അതാണ് ഇൻസ്പിറേഷൻ TII. ഇനി നമ്മൾ ശ്വാസം വെളിയിലേക്ക് വിട്ടു, എക്സ്പിറേഷൻ EI. പിന്നെ ബാക്കി R റെസിഡ്യൂൽ വോളിയം. നമ്മൾ എക്സ്പിറേഷൻ നടത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ആൽവിയോളേക്കകത്ത് വരുന്ന ബാക്കി വരുന്ന എയറിനെയാണ് നമ്മൾ റെസിഡ്യൂൽ വോളിയം എന്ന് പറയുന്നത്. അതും അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് മറക്കരുത്, TIER എന്ന ഈ ട്രിക്ക് വെച്ചാണ് നമ്മൾ ബാക്കി പഠിക്കുന്നത്. നമ്മൾ 4 ലങ് കപ്പാസിറ്റീസ് ആണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. 1 ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, 2 ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി, 3 വൈറ്റൽ കപ്പാസിറ്റി, 4 ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഈ പറഞ്ഞ 4 ലങ് കപ്പാസിറ്റീസും ഓരോ ലങ് വോളിയത്തിന് സമ്മായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് TIERലേക്ക് തിരിച്ചു തരാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ 2 ലെറ്റേഴ്സ്, അതായത് Tയും Iയും നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ടൈഡൽ വോളിയത്തിൻ്റെയും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെ സമ്മായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ലങ് കപ്പാസിറ്റിയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇതാണ് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ 2 ലെറ്റേഴ്സ് ആദ്യത്തെ സ്റ്റെപ്പിൽ ചൂസ് ചെയ്യും, Tയും Iയും. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് അവസാനത്തെ 2 ലെറ്റേഴ്സ് Eയും Rഉം, അതായത് എക്സ്പിറേറ്ററി റിസർവ് വോളിയവും റെസിഡ്യൂൽ വോളിയവും. ഇതിന് 2ൻ്റെ സമ്മായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ലങ് കപ്പാസിറ്റിയാണ് ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി. ഇതാണ് രണ്ടാമത് നമുക്ക് കിട്ടുന്ന ലങ് കപ്പാസിറ്റി. ഇനി നമുക്ക് അടുത്തത് മൂന്നാമത്തെ കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം 3 ലെറ്റേഴ്സും സെലക്ട് ചെയ്തു, Tയും Iയും Eയും, ടൈ. ഇത് 3 സെലക്ട് ചെയ്തു. അതായത് ടൈഡൽ വോളിയത്തിൻ്റെയും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെയും എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെയും സമ്മായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ലങ് കപ്പാസിറ്റിയാണ് വൈറ്റൽ കപ്പാസിറ്റി. ഇനി ഏറ്റവും അവസാനം ഇടുക 4ാമത്തെ ലങ് കപ്പാസിറ്റി. അതിന് നമുക്ക് 4 ലെറ്റേഴ്സും, അതായത് Tയും Iയും Eയും Rഉം നമ്മൾ സെലക്ട് ചെയ്യുവാണ്.
അതായത് ടൈഡൽ വോളിയത്തിൻ്റെയും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെയും എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെയും റെസിഡ്യൂൽ വോളിയത്തിൻ്റെ സമ്മായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഇങ്ങനെയാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. അതായത് ആദ്യമേ നമ്മൾ ആദ്യത്തെ 2 ലെറ്റേഴ്സ് സെലക്ട് ചെയ്തു, അതിന് നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയുടെ സമ്മാണ്. രണ്ടാമത് നമ്മൾ ഏറ്റവും അവസാനത്തെ 2 ലെറ്റേഴ്സ് ഇയും ആറും സെലക്ട് ചെയ്തു, അത് ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റിയാണ്. ഇനി മൂന്നാമത് നമ്മൾ ആദ്യത്തെ 3 ലെറ്റേഴ്സ് ടിയും ഐയും ഇയും സെലക്ട് ചെയ്തു, അത് വൈറ്റൽ കപ്പാസിറ്റി. നാലാമത് നമ്മൾ 4 ലെറ്റേഴ്സും സെലക്ട് ചെയ്തു, അത് നമുക്ക് ടോട്ടൽ ലങ് കപ്പാസിറ്റി ആയിട്ട് കിട്ടി. ലങ് വോളിയംസ് ഓർഡറി ഓർത്ത് വെച്ച പോലെ, അതായത് ടി ഐ ഇ ആർ എന്ന ഓർഡറിൽ വെച്ച പോലെ ഈ പറഞ്ഞ 4 ലങ് കപ്പാസിറ്റീസ്, അതായത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി, ടോട്ടൽ ലങ് കപ്പാസിറ്റി, ഈ 4 കപ്പാസിറ്റീസും ഇതേ ഓർഡറിൽ തന്നെ ഓർത്ത് വെക്കണം. എങ്കിലേ നമുക്ക് ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 4 ലങ് കപ്പാസിറ്റീസും അതേ രീതിയിൽ ഓർത്ത് വെക്കാൻ ഒരു ന്യൂമോണിക് പറഞ്ഞുതരാം. ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ വെരി ടാലൻറ്റഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ വെരി ടാലൻറ്റഡ് എന്നല്ല, ഓരോന്നിലെ ആദ്യത്തെ ലെറ്റേഴ്സ് നമുക്ക് ഓരോ ലങ് കപ്പാസിറ്റീസ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യിപ്പിക്കാം. നമ്മൾ ഇന്ത്യൻ്റെ ഐ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫുട്ബോൾ പ്ലേയേഴ്സിലെ എഫ്, അത് ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി അടുത്ത വെരി എന്നുള്ള വി, വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യിപ്പിക്കാം. അതുപോലെ ടാലൻറ്റഡ് എന്നുള്ള ടി, അത് ടോട്ടൽ ലങ് കപ്പാസിറ്റി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യിപ്പിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഓരോ ലങ് കപ്പാസിറ്റീസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. മാക്സിമം എഫേർട്ട് കൊണ്ട് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് എയറിനെയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഈക്വൽ ടു ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ടൈഡൽ വോളിയത്തിന് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിന് സമ്മാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇത് മെയിൽസ് 3600 ml ആണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അത് ടൈഡൽ വോളിയം 500 ml ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം 3100 ml. അതേസമയം ഫീമെയിൽസിനാണെങ്കിൽ 500 ml ടൈഡൽ വോളിയം പ്ലസ് 1900 ml ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അങ്ങനെ 2400 ml ആണ് ഫീമെയിൽസിൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അടുത്തത് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. ഒരു ക്വൈറ്റ് എക്സ്പിറേഷന് ശേഷം നമ്മുടെ എയർ പാസേജസിലും ആൽവിയോളിലും റിമെയിൻ ചെയ്യുന്ന എയറിൻ്റെ എമൗണ്ട് ആണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെയും റെസിഡ്യൂവൽ വോളിയത്തിൻ്റെയും സമ്മാണ്. മെയിൽസിൽ 1200 ml എക്സ്പിറേറ്ററി റിസർവ് വോളിയവും 1200 ml റെസിഡ്യൂവൽ വോളിയം കൂടി ചേർന്ന് 2400 ml ആണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. അതേസമയം ഫീമെയിൽസ് ആണെങ്കിൽ 1100 ml എക്സ്പിറേറ്ററി റിസർവ് വോളിയവും 700 ml റെസിഡ്യൂവൽ വോളിയം കൂടി ചേർന്ന് 1800 ml ആണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. അടുത്തത് നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. ഒരു ലങ്സിനകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോളിയം ഓഫ് എയറിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. വൈറ്റൽ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞതുപോലെ ആദ്യത്തെ 3 ആണ് TIE, ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇതിൻ്റെ 3ൻ്റെ സമ്മാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി. മെയിൽസിൽ ഇത് 4800 ml ഫീമെയിൽസിൽ 3100 ml ആണ് വൈറ്റൽ കപ്പാസിറ്റി. ഇനി അടുത്ത നമുക്ക് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. ഒരു ലങ്സിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ TIER, ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, റെസിഡ്യൂവൽ വോളിയം, ഈ 4ൻ്റെ സമ്മാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഇത് മെയിൽസിലാണെങ്കിൽ ഇത് 6000 ml ഫീമെയിൽസിലാണെങ്കിൽ ഇത് 4200 ml ആണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി.